ഒരു ഫാക്കൽറ്റി എന്ന് പറഞ്ഞു പോകുമ്പോൾ അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് പിന്നെ ബാക്കിയുള്ള നമ്മളുടെ ലക്ഷ്യങ്ങളും നമ്മളുടെ പ്രൊഡക്ഷൻ സൈഡൊന്നും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത് ആ സമയത്ത് ഞാനും ഹസീബും പിന്നെ നമ്മളുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു ആസിഫ്, അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് സെഡ് ഡിസൈൻസ് എന്നുള്ള പേരിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ സെഡ് ഡിസൈൻസ് എന്നുള്ള പേരിട്ടത് ഷംസീർ തന്നെയാണ്. നമുക്ക് വർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 പേരും ക്രിയേറ്റീവ് ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ആ സ്ഥാപനത്തിന് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ക്ലയൻറ്റിനെ കണ്ടെത്താനും വർക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രോസസ്സ് മാത്രമായിരുന്നു നമുക്ക് ഓക്കെ എന്ന് പറയാൻ പറ്റുക. ക്ലയൻറ്റിനെ കണ്ടെത്തുന്ന സൈഡും, അതായത് അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡും, പിന്നെ അതിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്കിന് നമുക്ക് അതിൻ്റെ ഒരു ക്യാഷ് പിരിച്ചെടുക്കുന്ന സൈഡും. ഇത് ശരിക്കും നമ്മൾ ക്രിയേറ്റീവ് ആളുകൾ മാത്രം തുടങ്ങുമ്പം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് പല സ്ഥാപനങ്ങൾക്കും. ആ ഒരു പ്രശ്നം സെഡ് ഡിസൈൻസിന് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കൊരു ഇൻവെസ്റ്ററെ കിട്ടി. ഈ സമയത്തൊന്നും ഷംസീർ നമ്മളെ കൂടെ ഇല്ലായിരുന്നു. ഷംസീറിന് സാമ്പത്തികമായിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടത് കാരണം ഷംസീർ ഒറികെ തന്നെ തുടരുകയായിരുന്നു. ആ ഇൻവെസ്റ്റർ വന്നതിന് ശേഷം സെഡ് ഡിസൈൻസ് എന്നുള്ള സ്ഥാപനം നമ്മൾ സെഡ് മീഡിയ എന്നുള്ളൊരു സ്ഥാപനത്തിലേക്ക്, ആ ഒരു പേരിലേക്ക് മാറ്റി അവിടെ നമ്മൾ പ്രൊഡക്ഷൻ പ്ലസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കായിരുന്നു സെഡ് മീഡിയ എന്നുള്ളൊരു സംഭവം നമ്മൾ ലോഞ്ച് ചെയ്തത്. കാരണം മൾട്ടിമീഡിയ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ കുറേ തിയറിറ്റിക്കലും പിന്നെ കുറേ പ്രാക്ടിക്കൽ പരിപാടികളും പഠിപ്പിച്ചതിനെ കൊണ്ട് മാത്രമാവില്ല. കാരണം ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്താണെന്ന് അറിയാതെ നമ്മൾ കുറേ സ്റ്റുഡൻസിനെ പുറത്തേക്ക് വിടുക, ആ ഒരു പരിപാടിയിൽ നിന്ന് മാറിയിട്ട് സെഡ് മീഡിയ എന്നുള്ളൊരു സ്ഥാപനം നമ്മൾ ഒരു പ്രൊഡക്ഷൻ സൈഡ് കൂടെ വെച്ചുകൊണ്ട് ആ പ്രൊഡക്ഷനിൽ എക്സ്പീരിയൻസോട് കൂടിയിട്ട് പുറമേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ ലൈവായിട്ടുള്ള കുറേ പ്രൊജക്ട്സ് ചെയ്തുകൊണ്ട് പുറമേക്ക് ഇറങ്ങാം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടായിരുന്നു സെഡ് മീഡിയ എന്നുള്ള സ്ഥാപനം നമ്മൾ മുന്നോട്ട് വെച്ചതും തുടങ്ങിയതും.